ഫോട്ടോ അടക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തപ്പോൾ അവന്മാർ തന്ന ഫോട്ടോ അത്ര നല്ല ഫോട്ടോ എന്നറിയാമോ? ആണ്ട് മഴവില്ലിന്റെ കളർ ഇരിക്കുന്ന ക്രിസ്റ്റി. മഴവില് മാത്രമല്ല, മഴവില്ലാത്തതുണ്ട്. എവിടെ മഴവില്ലാത്തത് അതൊക്കെ കാണിച്ചു. മൗസ് എടുത്ത് ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ക്രിസ്റ്റിയുടെ ഫോണ് എൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റിക്ക് ടച്ച് വർക്ക് ചെയ്യത്തില്ല ഫോണിൻ്റെ. അപ്പം ക്രിസ്റ്റി USB കൺവേർട്ടർ വെച്ചിട്ട് C ടൈപ്പ് കൺവേർട്ടർ വെച്ചിട്ട് മൗസ് കുത്തിയിട്ടാണ് ഫോണിൽ ക്ലിക്ക് ചെയ്യുന്നത്. അതാണ് ഞാനിവിടെ പറയുന്നത്. സൂം ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇതിൻ്റെ ഇതെല്ലാം ക്രിസ്റ്റിയുടെ AI പ്രക്രിയകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ച ചിത്രങ്ങളാണ്. എല്ലാവരും കാണുവിൻ. എന്നല്ലേ സൂപ്പർ. ഫോട്ടോ ഉണ്ടായിരുന്നു കല്യാണത്തിന്റെ പാവനസ്മരണയ്ക്ക്. ജിത്തിന്റെ പാവനസ്മരണയ്ക്ക് വേണ്ടി എടുത്തു വെക്കുന്നത്. ആ ഇൻട്രിക്കറ്റ് കണക്ഷൻ കണ്ടോ? ഫോണിൽ നിന്ന് USB കൺവേർട്ടറിൽ നിന്ന് മൗസിലേക്ക്, പിന്നെ ക്രിസ്റ്റിയുടെ വിരൽ തുമ്പിലേക്ക്. അതാണ്. എന്താണ് ഞാൻ സെൻഡ് ചെയ്ത് തരാം, ഫോണിൽ സ്റ്റാറ്റസ് ഇടണേ. അത് കഴിഞ്ഞ് ഞാനും ക്രിസ്റ്റിയും കൂടെ ബീച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു ലെൻസ് വന്നിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. TT ആർട്ടിസൻ്റെ 50mm ലെൻസായിരുന്നു, സിനി ലെൻസ്. അത് എൻ്റെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതെല്ലാം അതിൽ കൂടെ എടുത്തതാണ്. TT ആർട്ടിസൻസിൻ്റെ 50mm ലെൻസ്. ഇത് വലിയ കാര്യമൊന്നുമില്ല, കാരണം എന്ന് വെച്ചാൽ ഇത് മാനുവൽ ലെൻസാണ്. സ്കൂട്ടറിൽ പോകുമ്പോഴത്തേക്ക് വെച്ച് സിനിമാറ്റോഗ്രഫി ഒന്നും നടക്കത്തൊന്നുമില്ല. ഇത് ബീച്ചിൽ എത്തിക്കഴിഞ്ഞിട്ടേ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ബീച്ചിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. തിരിച്ച് എത്തിക്കഴിഞ്ഞ് ക്രിസ്റ്റിയോട് ഞാൻ ആ ഹെൽമെറ്റ് ഒന്നെടുത്ത് ബൈക്കിൻ്റെ സീറ്റിൻ്റെ അടിയിൽ വെക്കാൻ പറഞ്ഞപ്പോൾ ക്രിസ്റ്റി കാണിച്ച പ്രക്രിയകളാണ് ഇതെല്ലാം. അവസാനം ഞാൻ തന്നെ എടുത്ത് വെച്ചു. ക്രിസ്റ്റി കൊണ്ട് അത് സാധ്യമല്ലെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ. അങ്ങനെയല്ലടാ കള്ളപ്പണി തിരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ക്രിസ്റ്റിയോട് ഞാനൊന്ന് സീറ്റ് അടയ്ക്കാൻ പറഞ്ഞ പേരിൽ ക്രിസ്ത്യൻ്റെ സ്കൂട്ടർ മൊത്തത്തിൽ തല്ലിപ്പൊളിക്കാൻ പോകുമായിരുന്നു. അത് ഞാൻ തടഞ്ഞു. എൻ്റെ സ്കൂട്ടറിനെ ഞാൻ രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് അങ്ങോട്ട് നടന്നുപോയി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കൈ ഇരിക്കുന്ന സാധനം എന്താണെന്ന്? അതിൻ്റെ പേരാണ് ഡ്രീം കേക്ക്. ക്രിസ്റ്റി ആശിച്ച് മേടിച്ചതാണ് ബീച്ചിലിരുന്ന് കഴിക്കാൻ വേണ്ടി. പക്ഷേ ബീച്ചിൽ ഇപ്പോൾ ഒരു വെയിലത്ത് ഇരുന്ന് കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, ഇപ്പോൾ ഒരു വെയിലല്ലായിരുന്നു, വൈകുന്നേരമായിരുന്നു, പക്ഷേ ഭയങ്കര വെയിലിൻ്റെ കാരണം, അതുപോലെ ഇരിക്കാൻ എവിടെയും സ്ഥലമില്ലാത്തതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ വീട്ടിൽ പോയിരുന്ന് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അതിന് മുമ്പായിട്ട് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു എന്നാൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു. ക്രിസ്റ്റിയുടെ കുറച്ച് ദൃശ്യങ്ങൾ പകർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ക്രിസ്റ്റി ഡ്രീം കേക്ക് കഴിക്കാൻ പറ്റാത്ത സങ്കടത്തിൽ നിന്നപ്പോൾ ഞാൻ കുറച്ച് ദൃശ്യങ്ങൾ പകർത്തി. അതാണിത്. എന്ത് ചെയ്യപ്പോൾ വീട്ടിൽ പോകണം. ഇല്ലെങ്കിൽ നിനക്ക് പുറത്ത് കറങ്ങണമെന്നാണെങ്കിൽ നമുക്ക് ആ കനാലിൻ്റെ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോകാം. അപ്പോൾ തണലാണ്. അങ്ങനെയാ. അത് കഴിഞ്ഞ് ക്രിസ്റ്റി നേരെ വണ്ടിയിൽ കയറി ഇരുന്നു. എന്നിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി. ഇത് ആലപ്പുഴ ബൈപ്പാസിൻ്റെ 2ാം ഘട്ടമാണ്. അടുത്തൊരു ഫ്ലൈ ഓവറും കൂടെ വരാൻ പോവാണ് ബീച്ചിലേക്ക്. അപ്പം അതിൻ്റെ അതാണിത് കാണുന്നത് മുഴുവൻ. ഈ കാക്കകളും പിന്നുള്ള ഈ പോത്തും ബൈപ്പാസിൻ്റെ ഭാഗമല്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീടെത്തി. ക്രിസ്റ്റിക്കും ഡ്രീം കേക്കിനും ഒരു കുഴപ്പമില്ലാതെ സുരക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്തി. ക്രിസ്റ്റി ഡ്രീം കേക്കിനെ ചേർത്ത് പിടിച്ച് പിടിവിടാതെ ക്രിസ്റ്റിയുടെ കയ്യിൽ തന്നെ വെച്ചു. ക്രിസ്റ്റി വീട് ലക്ഷ്യമായി വീടിൻ്റെ അകത്തേക്ക് കയറി. അത് കഴിഞ്ഞ് ക്രിസ്റ്റിക്കും ഡ്രീം കേക്കിന് അപായമൊന്നുമില്ലെന്ന് അറിഞ്ഞ സാഹചര്യത്തിൽ ക്രിസ്റ്റി ഡ്രീം കേക്കിനെ ബെഡിൽ വെച്ചു. എന്നിട്ട് ക്രിസ്റ്റി റിലാക്സ് ചെയ്തു.
അത് കഴിഞ്ഞ് ക്രിസ്റ്റിയുടെ ഡ്രീം കേക്കിനെ ക്രിസ്റ്റിയുടെ ആ വെള്ള കവറിൽ നിന്ന് മാറ്റി ക്രിസ്റ്റി തുറന്നു. ഡ്രീം കേക്കിൻ്റെ മൂടിയെല്ലാം ക്രിസ്റ്റി പയ്യെ തുറന്നു. അത് കഴിഞ്ഞ് ക്രിസ്റ്റി ഡ്രീം കേക്കിനെ കണ്ടു. ആദ്യമായിട്ട് ഡ്രീം കേക്ക് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ക്രിസ്റ്റി മേടിച്ച ഡ്രീം കേക്കിനെ ഇപ്പോഴാണ് ക്രിസ്റ്റി കുറേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് തുറക്കുന്നത്. അതിന് ക്രിസ്റ്റി നോക്കിയിട്ട് ക്രിസ്റ്റിയുടെ വുഡൻ സ്പൂൺ വെച്ച് ക്രിസ്റ്റിക്ക് അത് കുത്തിപ്പൊളിക്കാൻ പറ്റിയില്ല. ആ ഡ്രീം കേക്ക് കുറച്ച് കട്ടിയായിപ്പോയി. അത് ഫ്രീസറിലായിരുന്നു ഇരുന്നത്. പിന്നെ ക്രിസ്റ്റി ഒരുവിധം എങ്ങനെയൊക്കെയോ ആ വുഡൻ സ്പൂൺ വെച്ച് ഡ്രീം കേക്കിനെ പയ്യെ കുത്തി ഇളക്കി. അത് കഴിഞ്ഞ് ക്രിസ്റ്റി ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ക്രിസ്റ്റിയോട് ഞാൻ ചോദിച്ചു അപ്പോൾ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ക്രിസ്റ്റി പറഞ്ഞു, ആലോചിക്കുകയാണ് ക്രിസ്റ്റി എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് ക്രിസ്റ്റി പറഞ്ഞു കൊള്ളാം. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ക്രിസ്റ്റിയുടെ ആഗ്രഹം പോലെ ക്രിസ്റ്റി ഡ്രീം കേക്കിനെല്ലാം മേടിച്ചു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ക്രിസ്റ്റി അത് കഴിച്ചു. കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ബലമുള്ള സ്പൂണ് ഈ ഡ്രീം കേക്ക് വിൽക്കുന്നവർ കൊടുക്കുകയാണെങ്കിൽ ക്രിസ്റ്റീനെ പോലുള്ള സാധാരണക്കാർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഡ്രീം കേക്ക് തിന്നാൻ. എങ്ങനെ ക്രിസ്റ്റി കഴിക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് ക്രിസ്റ്റി. അത് കഴിഞ്ഞ് ക്രിസ്റ്റി ഡ്രീം കേക്കും എടുത്ത് എൻ്റെ മുറിയിൽ പോയി എന്തോ പബ്ജിയുടെ ഗെയിം പ്ലേ എന്തോ കണ്ടുകൊണ്ടിരുന്ന് ഡ്രീം കേക്ക് തീർക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ക്രിസ്റ്റി OTG അഡാപ്റ്റർ വെച്ചിട്ട് മൗസ് കണക്ട് ചെയ്തിട്ട് മൗസിൽ കൂടെയാണ് ക്രിസ്റ്റി എല്ലാ കാര്യങ്ങളും ഫോണിൻ്റെ ചെയ്യുന്നത്. ഇങ്ങനൊരു വ്യത്യസ്തരമായൊരു കാര്യം മൗസ് വെച്ച് ഫോൺ ഉപയോഗിക്കുന്നത് ഞാൻ വേറെ ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല ഇതുവരെ. മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റിയുടെ മുടി വെട്ടണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു മുടിവെട്ട കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കാറ്റ്സിൽ എത്തി. ഇത് മുടിവെട്ട കടയും പിന്നെ കാറിൻ്റെ സർവീസ് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് ഇവിടെ ഫുഡും കഴിക്കാൻ. അപ്പം അവിടെ എത്തി. ക്രിസ്റ്റി മുടി വെട്ടാനായിട്ട് കട്ട വെയിറ്റിങ്ങിലാണ്. ക്രിസ്റ്റി അപ്പം മുടി വെട്ടുന്ന ചേട്ടനോട് പറഞ്ഞു ക്രിസ്റ്റിക്ക് എങ്ങനെയൊക്കെയാണ് മുടി വെട്ടി കൊടുക്കേണ്ടതെന്ന്. അപ്പം ചേട്ടൻ ക്രിസ്റ്റിയുടെ തലയിലേക്ക് പണി തുടങ്ങി. മുടിവെട്ടെല്ലാം കഴിഞ്ഞ് ക്രിസ്റ്റിയുടെ മുടി അങ്ങോട്ട് സ്റ്റൈലാക്കാൻ ഉള്ള ശ്രമമാണിത്. അപ്പം ക്രിസ്റ്റി മുടിവെട്ടകടയിലെ ആ ചീപ്പെടുത്ത് മുടി അങ്ങോട്ട് ചീവി സെറ്റാക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ക്രിസ്റ്റിക്ക് വീട്ടിൽ പോയി കുളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ക്രിസ്റ്റിയുടെ മിച്ചം വരുന്ന ഡ്രീം കേക്ക് ക്രിസ്റ്റിയുടെ കയ്യിൽ കൊടുത്തു. അത് ക്രിസ്റ്റി എത്ര ശ്രമിച്ചിട്ടും തീർക്കാൻ പറ്റിയില്ല, ഇത്രയും മിച്ചം ഉണ്ടായിരുന്നു. അപ്പം ക്രിസ്റ്റി അത് അടച്ചു വെച്ചു. ക്രിസ്റ്റിയുടെ വുഡൻ സ്പൂൺ ക്രിസ്റ്റി മറന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതും കൊടുത്തു. ക്രിസ്റ്റിയുടെ വെള്ള കവറിൽ ആ ഡ്രീം കേക്കിൻ്റെ പൊതി ഇട്ടു. ഒപ്പം ക്രിസ്റ്റിയുടെ വുഡൻ സ്പൂണും. എന്നിട്ട് ക്രിസ്റ്റി ബില്ല് നോക്കി. അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റി വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് തീർന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.